بسم الله الرحمن الرحيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അത് പരസ്യമായാലും രഹസ്യമായാലും ഇരുട്ടിലായാലും പ്രകാശത്തിലായാലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സദാ വീക്ഷിക്കുന്നുണ്ട്, അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ നമ്മുടെ ജീവിതം മുഴുവനും അല്ലാഹുവിന് തൃപ്തികരമായ തഖ്വയിൽ അധിഷ്ഠിതമായ രൂപത്തിൽ മുന്നോട്ട് നയിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ തഖ്വയുള്ള സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രം അവൻ തയ്യാർ ചെയ്ത സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരെന്ന നിലക്ക് സ്വാഭാവികമായും തിന്മകൾ സംഭവിച്ചു പോകുന്ന ആളുകളാണ് നമ്മൾ. അബദ്ധസഞ്ചാരം നടത്തുന്ന ആളുകളാണ് നമ്മൾ. നന്മ തിന്മകളെ സ്വന്തം വിവേചന ശക്തി കൊണ്ട്, ബുദ്ധിശക്തി കൊണ്ട് വിവേചിച്ച് അറിയുവാനോ ധർമാധർമ്മങ്ങൾ വേർതിരിക്കുവാനോ സ്വന്തം യുക്തി കൊണ്ടും സ്വന്തം ബുദ്ധി കൊണ്ടും സാധിക്കാത്തവരാണ് മനുഷ്യർ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നതായി വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിലെ തന്നെ 53-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഞാൻ എൻ്റെ മനസ്സിനെ പോലും തിന്മയിൽ നിന്ന് മുക്തമാണെന്ന് പറയുന്നില്ല. കാരണം ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, മനുഷ്യ മനസ്സ് അത് തിന്മയ്ക്ക് വേണ്ടി നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്നും നന്മയേത് തിന്മയേത് എന്ന് വിവച്ഛേദിച്ചറിയുക എന്നുള്ളത് മനുഷ്യന് അസാധ്യമാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ റബ്ബിന്റെ കാരുണ്യമില്ല എങ്കിൽ അത് സാധ്യമല്ല, എനിക്ക് തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ മനസ്സങ്ങനെയാണ്. എനിക്ക് എന്റെ ബുദ്ധി ഉപയോഗിച്ച്, എന്റെ തലച്ചോറ് ഉപയോഗിച്ച് ഇതൊക്കെ നല്ലതാണെന്ന് മനസ്സിലാക്കുകയും എനിക്കങ്ങനെ നല്ലതാണെന്ന് തോന്നിയ കുറെ കാര്യങ്ങൾ ചെയ്യുകയും എനിക്ക് മോശമാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്താൽ അത് ആത്യന്തികമായി അത് അപകടത്തിലേക്കുള്ള വഴിതെറ്റിയ ഒരു സഞ്ചാരമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ചില ആളുകൾക്ക് ചില നന്മകൾ ഉണ്ടാകും, ചില ആളുകൾക്ക് നന്മയായി തോന്നുന്നത് മറ്റു ചില ആളുകൾ പറയും അത് നന്മയല്ല, അത് തിന്മയാണെന്ന് പറയും. അഥവാ മനുഷ്യ ബുദ്ധി കൊണ്ട് അത് തിരിച്ചറിയുക എന്നുള്ളത് അസാധ്യമാണ് എന്നർത്ഥം. ഇവിടെയാണ് ഒരു മനുഷ്യന് തീർച്ചയായും മാർഗദർശനം നൽകുന്ന, അവന് നന്മയേത് അവന് തിന്മയേത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ചില അധ്യാപനങ്ങൾ ആവശ്യമാണ്. അതല്ല എങ്കിൽ ഞാൻ ചെയ്യുന്ന ഏത് മോശത്തരങ്ങളെയും ഏത് തിന്മകളെയും വേണമെങ്കിൽ എനിക്ക് നന്മയായി വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കും. ഏതേത് തിന്മയെയും ഒരു ധനാഢ്യനായ ഒരു കോടീശ്വരനായ മനുഷ്യന്റെ സ്വത്ത് ഞാൻ അപഹരിച്ചെടുക്കുന്നു, ഞാൻ കൊള്ളയടിക്കുന്നു, പക്ഷെ ഞാൻ അതിന് ന്യായം പറയുന്നത് ഞാൻ ഇതിനകത്ത് നിന്ന് 5 പൈസ എടുക്കുന്നില്ല. ഇത് പാവപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്.
അവരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയാളുടെ സമ്പത്ത്, അയാൾക്ക് ആവശ്യത്തിലും അധികം ഉണ്ടല്ലോ, ഞാൻ മോഷ്ടിച്ചത്, ഞാൻ കൊള്ളയടിച്ചത്. ന്യായം പറയുമ്പോ കേൾക്കുന്ന ചിലർക്കെങ്കിലും അതൊരു നന്മയാണല്ലോ, ഒരു സോഷ്യൽ വർക്കാണല്ലോ, ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണല്ലോ എന്ന് തോന്നിയേക്കാം. ഇങ്ങനെ ഏതേത് തിന്മകളെയും, മദ്യത്തെയും ലഹരിയെയും വ്യഭിചാരത്തെയും പലിശയെയും ഏതേത് തോന്നിവാസങ്ങളെയും അത് പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് വേണമെങ്കിൽ ദുർവ്യാഖ്യാനിച്ച് അത് വ്യാഖ്യാനിച്ചൊപ്പിച്ച് വെളുപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മനുഷ്യൻ നന്മകളെയും തിന്മകളെയും വേർതിരിക്കുന്നുവെങ്കിൽ അതിന്റെ ആത്യന്തികമായ ഫലം അതായിരിക്കും. ഇവിടെ ഒരു ഖുർആനിന്റെ അധ്യാപനം, അതിൽ ഒരു മതത്തിന്റെ അധ്യാപനം, മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ കൃത്യമായ മാർഗനിർദ്ദേശം ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യന് മതം നിർവഹിക്കുന്നത് എന്ത് എന്ന് ഞാൻ ആമുഖമായി ഓതിവെച്ച നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമായ വിശുദ്ധ ഖുർആൻ സൂറത്ത് ജുമുഅയിലെ 2-ാമത്തെ വചനമാണ്. മതം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് എന്താണ്? മതം നമ്മോട് പറയുന്നത് എന്താണ്? മതത്തിന്റെ അനിവാര്യത എന്താണ്? മതം ആവശ്യമില്ല എന്നും മതം ഉപേക്ഷിക്കൂ, മനുഷ്യരാകൂ എന്നൊക്കെ പറയുന്ന പല ആളുകളും അവരെത്തി നിൽക്കുന്നത് എവിടെയെന്ന് ആധുനിക ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. അവർ പുലർത്തി വരുന്ന ആശയങ്ങളും അവർ പ്രചരിപ്പിക്കുന്ന ആദർശങ്ങളുടെയൊക്കെ മലീമസമായ രംഗങ്ങൾ നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സർവ്വ തരത്തിലുള്ള അധാർമികതകളും നമുക്ക് ധർമ്മമാക്കി മാറ്റണം. അതിനൊക്കെ അത്തരം അധാർമിക പ്രവർത്തനങ്ങൾ നിങ്ങൾ എത്ര മിളയച്ചവൃത്തികൾ എന്ന് പറഞ്ഞാലും, അത് സമൂഹം എത്ര മലീമസമാണെന്ന് പറഞ്ഞാലും, അതൊക്കെ ഏറ്റവും വൃത്തികെട്ടതാണെന്ന് ആരൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് അതൊക്കെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾ ലിബറലിസ്റ്റുകളാണ്, ഞങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾ മതനിരാസമുള്ളവരാണ്, ഞങ്ങൾ യുക്തിവാദികളാണ്. അതിനർത്ഥം ഞങ്ങൾക്ക് എല്ലാ അധർമ്മ പ്രവർത്തനങ്ങൾക്കും ലൈസൻസ് വേണം. അതിന് സമരം ചെയ്യുന്നവർ, തെരുവ് ചുംബനത്തിന് വേണ്ടി, തെരുവ് ലൈംഗികതയ്ക്ക് വേണ്ടി, ലൈംഗിക ജോലിക്ക് വേണ്ടി, അശ്ലീലതകൾക്ക് വേണ്ടി, തോന്നിവാസങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ പോലും നാണമില്ലാത്ത, ലജ്ജയില്ലാത്ത ഒരു വർഗമായി അത്തരത്തിലുള്ള ആളുകൾ മാറുന്നു എന്ന് കാണുമ്പോ, മതം ഉപേക്ഷിക്കുമ്പോ അവർ ആരായിത്തീരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് മതം എന്താണ് ചെയ്യുന്നത്, മതത്തിന്റെ ഡ്യൂട്ടി എന്താണ്, മതത്തിന്റെ ധർമ്മം എന്താണ്. അല്ലാഹു പറഞ്ഞത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമുദായത്തിലേക്ക് പ്രവാചകനെ അയച്ചു കൊടുക്കുന്നു. എന്താ പ്രവാചകൻ ചെയ്തത്? എന്താണ് മതത്തിന്റെ അധ്യാപനങ്ങൾ, ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട് ആ പ്രവാചകൻ ചെയ്തത് എന്താണ്? യത്ലൂ അലൈഹിം ആയാതി, അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു. ആയത്തുകൾ ഓതിക്കൊടുത്തു. ഈ ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? ഇന്ന് പലരും പ്രചരിപ്പിക്കുന്നത് പോലെ മറ്റുള്ളവരെ ആക്രമിക്കണമെന്നാണോ, മറ്റുള്ളവരെ കൊന്നുതള്ളണമെന്നാണോ, മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നാണോ? അല്ല, അവർ ഏതൊരവസ്ഥയിലായിരുന്നോ ഉള്ളത് അതിൽ നിന്ന് യുസക്കീഹിം, അവർക്ക് തസ്കിയത്ത് നൽകാനാണ് മതം, അവർക്ക് സംസ്കരണം നൽകാനാണ് മതം. അവർ കൂപ്പുകുത്തിയ അരാജകത്വത്തിൽ നിന്ന്, അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്ന്, മലീമസമായ ജീവിതത്തിൽ നിന്ന് യുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുന്നതിനാണ് മതം. അതാ പ്രവാചകന്റെ ഡ്യൂട്ടി, അതാണ് ഖുർആനിന്റെ ഡ്യൂട്ടി, അതാണ് മതത്തിന്റെ ഡ്യൂട്ടി എന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വയുഅല്ലിമുഹുൽ കിതാബ്, ഈ കിതാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അല്ലാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ ഇതിനു മുമ്പ്, ആ പ്രവാചകൻ വരുന്നതിന് മുമ്പ്, ഈ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് മുമ്പ്, ഈ ആയത്തുകൾ കേൾക്കുന്നതിന് മുമ്പ്, ഈ ആദർശം സ്വീകരിക്കുന്നതിന് മുമ്പ് ഫീ ളലാലിൻ മുബീൻ, അങ്ങേയറ്റം വഴിപിഴച്ച ഒരു ജനതയായിരുന്നു അവർ. സാംസ്കാരികമായി, വിശ്വാസപരമായി, കർമ്മത്തിൽ എല്ലാ തരത്തിലും സ്വഭാവപരമായി അധപ്പതിച്ച ഒരു ജനവിഭാഗമായിരുന്നു അവർ എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മോട് പഠിപ്പിക്കുന്നു. അതെ, മതത്തിന്റെ ധർമ്മം, മതത്തിന്റെ ഡ്യൂട്ടി എന്നുള്ളത് ഇതാണ്. മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിയോഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉത്തമ സ്വഭാവങ്ങളെ പൂർണ്ണമാക്കാനാണ്, എല്ലാ തരത്തിലുള്ള സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഇന്നമാ ബുഇസ്തു, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ നിയോഗിക്കപ്പെട്ടത് വെറുതെയല്ല, എന്തെങ്കിലും തിന്മകൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയല്ല, അധാർമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഏറ്റവും നല്ല സൽസ്വഭാവങ്ങൾ അത് ജനങ്ങളിലേക്ക് പൂർത്തീകരിച്ച് നൽകാൻ, അതിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോ മക്കയുടെ അവസ്ഥ നമുക്കറിയാലോ, മക്കയിലെ ജനങ്ങളുടെ അവസ്ഥ നമുക്കറിയാലോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇൻകാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അങ്ങേയറ്റം മതപ്പതിച്ച ഒരു ജനവിഭാഗമായിരുന്നു അവർ. എത്രയെത്ര ഉദാഹരണങ്ങൾ, എത്രയെത്ര സ്വഹാബികളുടെ ഉദാഹരണങ്ങൾ, എത്രയെത്ര മനുഷ്യരുടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാം, വളരെ പരുഷ ഹൃദയനായിരുന്നു അദ്ദേഹം, കഠിന ഹൃദയനായിരുന്നു അദ്ദേഹം എന്നുണ്ട്. അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അങ്ങേ അറ്റത്തെ ആ രൂപത്തിലുള്ള കഠിന ഹൃദയനായിരിക്കൊണ്ടായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടിരുന്നത്. പരുഷ സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അതേ രൂപത്തിൽ തന്നെ ഇസ്ലാമിനോട് അങ്ങേ അറ്റത്തെ ശത്രുതയുണ്ടായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. അങ്ങേ അറ്റത്തെ ശത്രുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഊരിപ്പിടിച്ച വാളുമായി കടന്നു വന്നത് എന്തിനാണ്? തങ്ങളുടെ പാരമ്പര്യ മതത്തെ ഇകഴ്ത്താനും അതില്ലാതാക്കാനും പരിശ്രമിക്കുന്ന മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ വേണ്ടി കടന്നു വന്നതാണ്. ആ ചോര കണ്ടിട്ടേ ഞാൻ അടങ്ങൂ എന്ന് പറഞ്ഞ് കടന്നു വന്നതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തന്റെ അടിമകൾ ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോ ക്രൂരമായി അവരെ മർദ്ദിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതേ രൂപത്തിൽ തന്നെ അത്തരം വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ചപ്പോ ഒരു സിംഹം ഒരു ആട്ടിൻകുട്ടിയെ പോലെ പാപമായി മയപ്പെടുന്ന ഒരു രംഗമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുന്നത്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് അദ്ദേഹത്തെ പാകപ്പെടുത്തുന്നത്? അദ്ദേഹത്തിന്റെ ഈ മഹത്തായ പരിവർത്തനത്തിന് കാരണം എന്താണ്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അനുകമ്പയുടെ പ്രതീകമായി ഏറ്റവും വലിയ മഹാനായ ഒരു ഖലീഫയായി, രണ്ടാം ഖലീഫയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാറുന്നത് എങ്ങനെയാണ്? പരുഷ സ്വഭാവക്കാരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദയാലുവായി മാറുന്നത് എങ്ങനെയാണ്? കാരുണ്യത്തിന്റെ നിറകുടമായി മാറുന്നത് എങ്ങനെയാണ്? തന്റെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് പാതിരാത്രി വേഷം മാറി ഇറങ്ങി നടക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? അങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു കുടിലിൽ തന്റെ മക്കൾ വിശന്ന് കരയുമ്പോ അവരെ സമാധാനിപ്പിച്ച് ഉറക്കുന്നതിന് വേണ്ടി കലത്തിൽ അല്പം കല്ല് മാത്രമിട്ട് ആ കല്ല് വേവിച്ചെടുക്കുന്നു എന്ന രൂപേണ, പല ഭക്ഷണം പാകം ചെയ്യുന്നു എന്ന രൂപേണ കല്ല് പാത്രത്തിലിട്ട് അല്പം വെള്ളം തിളപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാതാവിന്റെ രംഗം കണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി ബൈത്തുൽ മാലിലേക്ക് ചെന്ന് സ്വന്തം ചുമലിൽ അവർക്കുള്ള ധാന്യവും മറ്റു ഭക്ഷ്യവസ്തുക്കളും ചുമന്നു കൊണ്ടുവരാൻ മാത്രം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പരിവർത്തിപ്പിച്ച മതം അതാണ് ഖുർആനിന്റെ മതം. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് എവിടെയെങ്കിലും ഒരു ആട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ അതല്ലെങ്കിൽ അതൊന്ന് കാലിടറി വീണാൽ അതിനും ഈ ഉമർ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന ഭയപ്പാടോടുകൂടെ ജീവിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പരലോകത്തെ ഓർത്ത് കണ്ണീർ വാർത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമറിന്റെ ഭരണമാണ് ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഗാന്ധിജി പോലും പറഞ്ഞുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ആ ഉമറിനെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ആ ഉമറിനെ ഇസ്ലാമിന് ലഭിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഈ ഖുർആനിന്റെ അധ്യാപനം. സഹോദരങ്ങളെ, ഇതാണ് മതം. ഇതാണ് മതം. ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ കൊടിച്ചു മൂടണം, അതൊരു അപമാനഭാരമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ജനവിഭാഗമായിരുന്നു
ജാഹിലിയ്യ കാലഘട്ടത്തിൽ. പക്ഷേ ആ ജനവിഭാഗത്തോട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹഹു മുസ്വദ്ദൻ വഹുവ കദീം. ഒരു പെൺകുട്ടിയാണ് തങ്ങൾക്ക് ജനിച്ചതെന്ന് പറഞ്ഞാൽ അയ്യേ എന്ന് മുഖം കറുത്തുപോകുന്ന, അപമാനം തോന്നിപ്പോകുന്ന ഒരു ജനവിഭാഗം. പക്ഷെ അവരോട് ആ വിഷയം പറയുന്ന സമയത്ത് പോലും അള്ളാഹു ഉപയോഗിച്ച പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? അള്ളാഹ് പ്രയോഗിച്ച പദം വഇദാ ബുശ്ശിറ. പെൺകുട്ടി ജനിക്കുന്നത് അത് അപമാനമല്ല, അത് വെറുക്കേണ്ടതല്ല. ബുശ്ശിറ, അത് സന്തോഷ വാർത്തയാണ്. അങ്ങനൊരു സന്തോഷ വാർത്ത അവർക്ക് അറിയിച്ചാൽ എന്ന അള്ളാഹ് പ്രയോഗിച്ച പ്രയോഗം ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആ ജനവിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംസ്കരിച്ചെടുത്തു. എത്രത്തോളം എന്നറിയോ? അല്ലാഹു പറയുന്നു അവരുടെ സ്വഭാവം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി അയുംസികുഹു അലാ ഹൂൻ അം യബ്സുഹു ഫിത്തുറാബ്. ഈ അപമാന ഭാരം സഹിച്ചിട്ട് ഈ കുട്ടിയെ ഞാൻ പോറ്റണോ, വളർത്തണോ, അതല്ലെങ്കിൽ അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചു മൂടിക്കളയണോ ജീവനോടുകൂടെ? അവരുടെ ആലോചന അത്രമേൽ ക്രൗര്യം നിറഞ്ഞതായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവരെ പരിവർത്തിപ്പിച്ചെടുത്തു, അവരുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാക്കി. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ലഹരിക്കടിമപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവര് പറഞ്ഞത്, ഞങ്ങൾ മരിച്ചു പോയാൽ ഇദാ മിത്തും ഫദ്ഫിന്നി ഇലാ ജംബി കറമതി തുറബ്ബി ഇദാമി ബഅദ മൗതി ഉറൂഖുഹാ വലാ തദ്ഫിനന്നി ബിൽ ഫലാതി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദൂഖുഹാ. ഞങ്ങൾ മരണപ്പെട്ടാൽ ഈ ലഹരി ഞങ്ങൾക്ക് പിന്നെ ലഭിക്കില്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫലാത്തിൽ, ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി, വൃക്ഷങ്ങളൊന്നുമില്ലാത്തൊരു മരുഭൂമിയിൽ കൊണ്ടുപോയി ഞങ്ങളെ കവറടക്കരുത്. മുന്തിരിവള്ളികൾക്ക് കീഴെ ഞങ്ങളെ കവറടക്കണം. ആ മുന്തിരിവള്ളികളിൽ നിന്നെങ്കിലും ഞങ്ങളുടെ എല്ലുകൾക്ക് ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ ലഹരി നുണയാൻ സാധിച്ചെങ്കിലോ എന്ന് ആഗ്രഹിച്ച് കവിത എഴുതിയ ജാഹിലിയ്യ കാലഘട്ടത്തിലെ അറബികൾ അവരുടെ സമീപത്തേക്ക് ചെന്നിട്ട് വിശുദ്ധ ഖുർആൻ ഫഹൽ അൻതും മുൻതഹൂൻ, അവസാനിപ്പിക്കാറായിട്ടില്ല നിങ്ങൾക്ക് ഈ ലഹരിയുടെ ഉപയോഗം, മദ്യപാനം നിങ്ങൾക്ക് നിർത്താനായിട്ടില്ലയോ? ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന ഒരൊറ്റ ചോദ്യത്തിന് മറുപടിയായി കൊണ്ട് സഹാബത്തിന് പ്രതിവചിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? എന്താ അവരെ പരിവർത്തിപ്പിച്ചത്? എന്താ അവർക്ക് മാറ്റം വരുത്തിയത് എങ്ങനെയാണ്? ഈ ഖുർആനാണ്, ഈ മതമാണ്. സഹോദരങ്ങളെ, നമ്മൾ ഏത് രൂപത്തിൽ നോക്കിയാലും മതം മനുഷ്യനെ സംസ്കൃതിയിലേക്ക്, സംസ്കാരത്തിലേക്ക്, ഉന്നതമായ നന്മകളിലേക്ക്, അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്ന് ധർമ്മത്തിന്റെ ഉത്തുംഗതയിലേക്ക് മനുഷ്യനെ കൈപിടിച്ചു കൊണ്ടുവരുന്നതാണ് മതം. അതുകൊണ്ട് ഈ മനുഷ്യരെ കുറിച്ചിട്ട് പിന്നീട് ഖുർആൻ പറഞ്ഞത് എന്താ? റളിയല്ലാഹു അൻഹും വറദൂ അൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്തുകൊണ്ട്? ഇസ്ലാം അറിയാത്ത ഒരു ജനവിഭാഗം കാടന്മാരായിരുന്നു, സംസ്കാരശൂന്യരായിരുന്നു, ലഹരിക്കടിമപ്പെട്ടവരായിരുന്നു, മദ്യത്തിന്റെയും കൊള്ളരും ആചാരത്തിന്റെയും അടിമകളായി ജീവിച്ചവരായിരുന്നു. പക്ഷേ ആയത്തുകൾ അവരെ പരിവർത്തിപ്പിച്ചു, മതം അവരെ പരിവർത്തിപ്പിച്ചു. ഈ മതത്തിന്റെ ആദർശം അവർക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാക്കി, അവർക്ക് മാനസാന്തരങ്ങൾ ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർവ്വ നന്മകളും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്, മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. ഇർഹമൂ മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യത്തോടുകൂടെ വർത്തിക്കണം. മനുഷ്യരോടെന്നല്ല, മുസ്ലിമീങ്ങളോടെന്നല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തോട് എന്നല്ല. ഇർഹമൂ മൻ ഫിൽ അർദ്, ഈ ഭൂമിയിലുള്ള സകലതിനോടും വിശ്വാസികളെ നിങ്ങൾ കാരുണ്യത്തോടുകൂടെ വർത്തിക്കണം. എങ്കിലാണ് ആകാശത്തുള്ളവൻ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തുള്ള റഹ്മാനായ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കൂ എന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാനവികതയുടെ സകല നന്മകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മതം, ഇതാണ് ധർമ്മം, ഇതാണ് ഇസ്ലാം. ഇതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ആലോചിച്ചു നോക്കണം, മനുഷ്യന് ഇത്തരത്തിലുള്ള ഒരു മുസ്ലിം എന്നാൽ ഇത്തരത്തിൽ
കേവലം ഏതെങ്കിലും കർമ്മങ്ങളിലോ കേവലം ഏതെങ്കിലും വിശ്വാസങ്ങളിലോ ചടഞ്ഞുകൂടി ജീവിക്കുന്നവനല്ല. മറിച്ച് ഒരു മുസ്ലിം സർവർക്കും ഒരു ദീപം പോലെ പ്രകാശപൂരിതമായി, സർവർക്കും ഒരു തണൽ വൃക്ഷമായി, സർവ മനുഷ്യർക്കും, നമ്മുടെ കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, സമൂഹത്തിന്, രാജ്യത്തിന്, നാടിന്, എല്ലാവർക്കും ഒരു തണൽ വൃക്ഷം പോലെ തണൽ കൊടുക്കുന്ന പരോപകാരിയായി നിൽക്കുന്ന ഒരാളാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതാണ് മതം പഠിപ്പിക്കുന്നത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക അല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. അഗതികളെ പരിഗണിക്കാത്തവർ, പാവപ്പെട്ടവരെ പരിഗണിക്കാത്തവർ, മാതാപിതാക്കളിലെ നിരാരംഭരായി യതീമുകളെ പരിഗണിക്കാത്തവർ, അവർ മതനിഷേധികളാണെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. മതനിഷേധികളാണെന്ന്. അവർ നമസ്കരിക്കും, അവർ നോമ്പെടുക്കും, അവർക്ക് തൗഹീദ് ഉണ്ടാകും, അവരെയാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടും. അവർ മതനിഷേധികളാണ്. അങ്ങനെ കേവലം വിശ്വാസങ്ങളോ കേവലം ഏതെങ്കിലും ഒരു ആചാരങ്ങളോ ഉണ്ടായാൽ പോലെ ഒരു മുസ്ലിമിന്, മറിച്ച് അവന്റെ ജീവിതത്തിൽ ഇത്തരം നന്മകൾ കൂടെ ഉണ്ടാവണമെന്ന് അള്ളാഹു പഠിപ്പിക്കും. അല്ലെങ്കിൽ അവരെ മതനിഷേധിയായി അള്ളാഹു പരിചയപ്പെടുത്തുമ്പോ മതത്തിന് എന്താണ് നൽകാനുള്ളത്, മതത്തിന് എന്താണ് പഠിപ്പിക്കാനുള്ളത്, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സഹോദരങ്ങളെ, മതം ഉപേക്ഷിക്കൂ, മനുഷ്യരാകൂ. മതം ഉപേക്ഷിക്കൂ, മനുഷ്യരാകൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കും. ഇന്ന് പല ആളുകളും പഠിപ്പിക്കുമ്പോ നമ്മൾ തിരിച്ചറിയണം എന്താണ് ഇതിന്റെ അർത്ഥം. ഇന്ന് അത്തരത്തിലുള്ള ആളുകളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. സഹോദരങ്ങളെ, കേരളത്തില് അത്തരം യുക്തിവാദി പ്രസ്ഥാനങ്ങളും അതിന്റെ പ്രചാരകരും ഒക്കെ ആയി മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ലോകത്തുള്ളതുപോലെ തന്നെ ദൈവം വേണ്ട, മതം വേണ്ട. അവരുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം തന്നെ മതം ഉപേക്ഷിക്കൂ, മനുഷ്യരാകൂ എന്ന. അതിന്റെ അർത്ഥം എന്തായിരിക്കും? മതം ഉപേക്ഷിച്ച ഒരു നല്ല മനുഷ്യനാകുമെന്നല്ലേ? ഒരു നല്ല മനുഷ്യന്റെ ക്വാളിറ്റികൾ അയാൾക്ക് ഉണ്ടാകുമെന്നല്ലേ? പരോപകാരിയായ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, കുടുംബത്തിനുപകാരമുള്ള, രാജ്യത്തിന് നന്മ ചെയ്യുന്ന, സർവർക്കും നന്മ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ, മാനവികമായ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനാകുമെന്നല്ലേ അതിന്റെ അർത്ഥം? എന്ത് കാരണത്താൽ? മതം ഉപേക്ഷിക്കുന്നതിലൂടെ. പക്ഷെ നമ്മൾ കാണുന്നത് എന്താ? ഏറ്റവും അവസാനമായി ഇന്നലകളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു പോസ്റ്റ് ഉണ്ട്. തന്നെ നൊന്ത് പ്രസവിച്ച, തന്നെ പ്രയാസപ്പെട്ട് ഗർഭം ചുമന്ന് നൊന്തു പ്രസവിച്ച, തന്നെ പോറ്റി വളർത്തിയ ഒരു മാതാവിന്റെ മരണത്തിന്റെ അന്ന് ഒരു മകനിട്ട പോസ്റ്റ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. എന്താ പറഞ്ഞത്? ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. തന്റെ മാതാവിന്റെ മരണം ആഘോഷിച്ച ഒരു മനുഷ്യന് അസാധ്യമാണ്. ഇത് ഒരു മൃഗത്തിന്റെ പ്രവൃത്തി എന്ന് പോലും നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം മൃഗങ്ങൾക്ക് വൈകാരികമായ ചില ബന്ധങ്ങൾ, അതിനെ പോറ്റുന്നവരോട്, വളർത്തുന്നവരോട്, അതുമായി ബന്ധപ്പെടുന്നവരോടൊക്കെ മൃഗങ്ങൾക്കുണ്ടാകും. പക്ഷേ തന്നെ ഗർഭം ചുമന്ന്, തന്നെ പോറ്റി വളർത്തിയ, തന്നെ പ്രസവിച്ച, തനിക്കെല്ലാം നൽകി വർഷങ്ങളോളം തന്നെ പോറ്റി വളർത്തിയ ആ മാതാവിന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും മൗനം പാലിക്കാമായിരുന്നില്ലേ? ആലോചിക്കണം, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രമേൽ അധപ്പതിക്കാൻ സാധിക്കുന്നത്? എന്താണ് അവരുടെ ആദർശം? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് മറ്റൊന്നുകൊണ്ടുമല്ല, അവരുടെ കയ്യിലുള്ള ആദർശം യുക്തിവാദമാണ്, ലിബറലിസമാണ്, ഫ്രീ തിങ്കിങ് ആണ്, ദൈവനിരാസമാണ്, മതനിരാസമാണ്. അതേ, മനുഷ്യൻ ധർമ്മവും അധർമ്മവും തീരുമാനിക്കാൻ തുടങ്ങി. ഈ പ്രകൃതിയുടെ സൃഷ്ടാവായ റഹ്മാനായ റബ്ബിന്റെ അധ്യാപനങ്ങൾ അവഗണിച്ചു. അതോടുകൂടെ എനിക്ക് തോന്നുന്നത് എന്തും എനിക്ക് ചെയ്യാം. ആ മനുഷ്യൻ എത്തുന്ന ഏറ്റവും മോശമായ അവസ്ഥയാണ് സഹോദരങ്ങളെ ഞാനിതൊരു ഖുതുബയിലൂടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ മക്കളിലേക്ക് ക്യാമ്പസുകളിലൂടെ, നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ ഇത്തരം ചിന്താഗതികളുടെ അതിപ്രസരം കടന്നുകൂടുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ. അവരൊക്കെ എവിടേക്ക് എത്തുമെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിക്കൊണ്ട് അത്തരം ചിന്താധാരകൾ തലച്ചോറിൽ കുത്തി നിറച്ച് സഞ്ചരിക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ തിരിച്ചറിയണം, അവരുടെ അവസാനം ഇതേ രൂപത്തിലായിരിക്കും. സർവമാനവിക മൂല്യങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് സർവമായ ഏറ്റവും നീചമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുമെന്നുള്ളതിന്റെ നേർചിത്രമാണ് ഇത്തരം പോസ്റ്റുകൾ. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമാണെന്ന് നമ്മൾ ധരിച്ചു പോകരുത്. എല്ലാ തരത്തിലുള്ള അധർമ്മ പ്രവർത്തനങ്ങൾക്കും ലൈസൻസ് ആണ് യുക്തിവാദം എന്നുള്ളത്. കാരണം എന്താ പ്രശ്നം?
എന്താണ് നിയന്ത്രണം? ആരാണ് കൺട്രോൾ ചെയ്യാനുള്ളത്? ഏത് നിയമം? ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നിയമങ്ങളുമില്ല, ഒരധ്യാപനങ്ങളുമില്ല, ഒരായത്തുകളുമില്ല, ഒരു ഹദീസുകളുമില്ല. എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാം. അങ്ങനെ തോന്നിയവർക്ക് എന്ത് മാതാവ്, എന്ത് പിതാവ്, എന്ത് കുടുംബം, എന്ത് പ്രസവം, എന്ത് വേദന, എന്ത് ബന്ധങ്ങൾ, എന്ത് വൈകാരിക ബന്ധങ്ങൾ, ഒന്നുമില്ല. എല്ലാം ഉപേക്ഷിച്ച് കളയുന്ന ഏറ്റവും മലീമസമായ ഒരു ജീവിതമായിരുന്നു ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തിരിച്ചറിയണം. ഈ രൂപത്തിൽ ലിബറലിസത്തിന്റെയും അതേ രൂപത്തിലുള്ള സ്വതന്ത്ര ചിന്തയുടെയും ഒക്കെ അവസാനം ഇതേ രൂപത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെയും മുസ്ലിമായ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അധ്യാപനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മുസ്ലിമാണ്, പക്ഷേ നമ്മുടെ മാതാവ് അമുസ്ലിമാണ്, അല്ലെങ്കിൽ നമ്മുടെ പിതാവ് അമുസ്ലിമാണ്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ 15ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, വഇൻ ജാഹദക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. നിന്റെ മാതാപിതാക്കൾ ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിന്റെ ബാധ്യത എന്താണെന്നറിയോ? വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. ഈ ദുനിയാവിൽ അവരോട് ഏറ്റവും നന്നായിട്ട് അവിടെ നീ ഇടപെടേണ്ടത്. ഒരു മുസ്ലിമിന് അള്ളാഹുവിന്റെ അധ്യാപനമുണ്ട്, അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ട്. ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹനെ അംഗീകരിക്കുന്നവനാ, ഞാൻ തൗഹീദ് സ്വീകരിക്കുന്നവനാ. എന്റെ ബാപ്പ എങ്ങനെയാ, എന്റെ ഉമ്മ എങ്ങനെയാ, അതുകൊണ്ട് അവരുമായിട്ടൊരു ബന്ധമില്ല. അള്ളാഹു പറഞ്ഞു, വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ വത്തബിഉ സബീല മൻ അനാബ ഇലൈ. യഥാർത്ഥ മുഅ്മിനുകളുടെ, വിശ്വാസികളുടെ, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയവരുടെ പാതയാവണം നീയും പിൻപറ്റേണ്ടത്. എന്നിട്ട് അല്ലാഹു അവസാനം ഒരു താക്കീത് നൽകുന്നുണ്ട്, സുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അവസാനം നിങ്ങൾ മടങ്ങി വരുന്നത് എന്റെ സമീപത്തേക്കാണ്. ഇത്തരം എന്റെ അധ്യാപനങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കി തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വിശ്വാസിയോട് തന്റെ മാതാക്കളെ അവഗണിക്കാനല്ല, പിതാക്കളെ അവഗണിക്കാനല്ല, ആദർശത്തിന്റെ പേരിൽ മാറ്റി നിർത്താനല്ല, ഏറ്റവും നല്ല രൂപത്തിൽ അവരെ സംരക്ഷിക്കണമെന്നുള്ള കൽപ്പനയാണ് വിശ്വാസികൾ. അതെ, മതം മാനവികമായ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും അതുല്യമായ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു. മതം മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നു. സംസ്കൃതിയുടെ ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഏറ്റവും നല്ല ഒരു മനുഷ്യനാക്കി മാറ്റാൻ മതത്തിനെ സാധിക്കൂ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള തിന്മകളുടെയും എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള മ്ലേച്ഛകരമായ ആദർശങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഈ സുന്ദരമായ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച ശഅബാനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നോമ്പുകൾ എടുത്ത മാസമാണ് റമദാൻ, ശഅബാൻ മാസം. അതേ രൂപത്തിൽ തന്നെ എല്ലാ മാസവും 13, 14, 15 അയ്യാമുൽ ബിയദ്, ആ 3 സുന്നത്ത് നോമ്പുകൾ നമുക്കറിയാവുന്നതാണ്. ഈ രൂപത്തിലുള്ള നോമ്പുകളൊക്കെ ശഅബാൻ മാസത്തിലുമുണ്ട്. ഈ രൂപത്തിൽ ഒരാൾക്ക് ഏത് സമയത്തും നോമ്പെടുക്കാനും പറ്റും. എന്നാൽ നമ്മുടെ നാടുകളിൽ കാണുന്ന രൂപത്തിൽ ശഅബാൻ 15 ചില പ്രത്യേകതകൾ നൽകുകയും ആ 15 മറ്റൊരു ദിവസത്തിലും ഇല്ലാത്തൊരു പ്രത്യേകത നൽകിക്കൊണ്ട് പ്രത്യേകമായ ഒരു നോമ്പ്, ബറാഅത്തിന്റെ നോമ്പ് എന്ന പേരിൽ ആചരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും പ്രവാചകനും പഠിപ്പിക്കാത്തതാണ്. അള്ളാഹുവും പ്രവാചകനും പഠിപ്പിക്കാത്ത ഒരു നോമ്പാണത്. ശാഫിഈ മദ്ഹബിലെ തന്നെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്രയിൽ അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് ആ വിഷയം സൂചിപ്പിക്കുന്ന ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. അതിന്റെ പകലിൽ, ശഅബാൻ 15 പകലിലുള്ള ആ നോമ്പ്, അത് സുന്നത്താണ്. അദ്ദേഹം പറയുന്നു അത് സുന്നത്താണ്. മിൻ ഹൈസു കൗനുഹു മിൻ ജുംലത്തി അയ്യാമിൽ ബിയദ്. എങ്ങനെയാണ് അത് സുന്നത്താകുന്നത്?
അത് അയ്യാമുൽ ബീദിലെ ഒരു നോമ്പാണ്. 13, 14, 15 ദിവസങ്ങളിൽപ്പെട്ട ഒരു നോമ്പാണ്. അതുകൊണ്ട് തന്നെ 13 സുന്നത്താണ്, 14 സുന്നത്താണ്, 15 സുന്നത്താണ്. ലാ മിൻ ഹൈസു ഖുസൂസുഹു, അതിന് വേറെ ഒരു പ്രത്യേകതയുമില്ല. ഈ പറയുന്ന ബറാഅത്ത് രാവ് എന്നൊരു പ്രത്യേകത അതിനില്ല. വൽ ഹദീസുൽ മദ്കൂർ അൻ ഇബ്നു മാജ ദഈഫ്, ഇബ്നു മാജയിൽ നിന്ന് ഇതിന് ഉപോത്ബലകമായി ഉദ്ധരിക്കപ്പെടാറുള്ള, തെളിവായി ഉദ്ധരിക്കപ്പെടാറുള്ള ഹദീസിന്റെ അവസ്ഥ എന്താണ്? അത് ദഈഫുൻ, അത് ദുർബലമായ ഹദീസാണ്, തെളിവിന് കൊള്ളാത്ത ഹദീസാണ്. ഇത് നമ്മളെല്ലാം ശാഫിഈ മദ്ഹബിലെ തന്നെ പ്രമുഖനായ പണ്ഡിതൻ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ അദ്ദേഹത്തിന് അൽ ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തുന്നതാണ്. തിരിച്ചറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ധാരാളമാണ്. അതുകൊണ്ട് അത്തരം ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കുകയും സുന്നത്തുകൾ പിൻപറ്റുകയുമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.